إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരീ സഹോദരങ്ങളെ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് തഖ്വയോടുകൂടി ഇഖ്ലാസോടുകൂടി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരെയും പ്രത്യേകം വസിയത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നന്മയുടെയും തിന്മയുടെയും കാര്യത്തിൽ മനുഷ്യർ വ്യത്യസ്ത തരത്തിലാണുള്ളത്. ചില ആളുകൾ നന്മയുടെ നിറകുടമായിരിക്കും. അവരിൽ നിന്ന് ഉപദ്രവമോ തിന്മയോ ഭയപ്പെടേണ്ടി വരില്ല. വേറെ ചില ആളുകളാകട്ടെ തിന്മയുടെ കേന്ദ്രങ്ങളായിരിക്കും. അവരിൽ നിന്ന് ഒട്ടും നന്മ പ്രതീക്ഷിക്കാൻ കഴിയില്ല. വേറെ ചില ആളുകൾ ധാരാളം നന്മകൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം മറികടക്കുന്ന, മറന്നുപോകുന്ന അതിലേറെ വലിയ തിന്മകൾ അവരുടെ ജീവിതത്തിലുണ്ടാകും. വേറെ ചില ആളുകൾ അവരിൽ തിന്മകളും ഉപദ്രവങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം മറന്നേക്കാവുന്ന ധാരാളം നന്മകൾ, ഉപകാരങ്ങൾ അവരെ കൊണ്ടുണ്ടാകും. മറ്റു ചിലരാകട്ടെ അവരെ കൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണമോ ദോഷമോ ഒന്നും തന്നെ ഉണ്ടാവുകയുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം വിഭാഗങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ആര് എന്നും ഏറ്റവും മോശക്കാർ ആര് എന്നും കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ഇരിക്കുകയും അവരുടെ മുന്നിൽ പ്രവാചകൻ നിൽക്കുകയും ചെയ്യുകയായിരുന്നു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഖഫ അലൻ നാസി ഉനാസ് ജുലൂസ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ചില ആളുകളുടെ മുന്നിൽ ചെന്നു നിന്നു. അവർ ഇരിക്കുകയായിരുന്നു. ഫഖാൽ, അവരോട് ചോദിച്ചു, അലാ ഉഖ്ബിറുക്കും ബിഖൈരിക്കും മിൻ ശർരിക്കും. നിങ്ങളിൽ നല്ലവരാര്, മോശക്കാരാര് എന്ന് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഫസക്കത്തു, അവർ ഒന്നും പറയുന്നില്ല, അവർ ഒന്നും പ്രതികരിക്കുന്നില്ല. ഫഖാല ദാലിക സലാസ മറാത്ത്. തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ച് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് നല്ലവർ, നിങ്ങളിൽ ആരാണ് ചീത്ത മനുഷ്യർ എന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഫഖാല റജുൽ, അപ്പോൾ ഒരാൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തിരിച്ചു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്,
അറിയിച്ചു തരൂ പ്രവാചകരെ, അഖ്ബിർനാ ബിഖൈരിനാ മിൻ ശർരിനാ, ഞങ്ങളിൽ ആരാണ് നല്ലവർ, ഞങ്ങളിൽ ആരാണ് ചീത്ത മനുഷ്യർ, പറഞ്ഞു തരൂ പ്രവാചകരെ. ഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ, മൻ യുർജാ ഖൈറുഹു, മറ്റുള്ളവർക്ക് അവരിൽ നിന്ന് ഗുണമായിരിക്കും പ്രതീക്ഷിക്കാനുണ്ടാവുക, വയുഅ്മനു ശർറുഹു, അവരിൽ നിന്ന് ഉപദ്രവം ഏൽക്കേണ്ടി വരികയില്ല. നിങ്ങൾ ഏറ്റവും നല്ലവർ, അവരെ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ലഭിക്കും, ഗുണം ലഭിക്കും, പ്രയോജനങ്ങളുണ്ടാകും. എന്നാൽ അവരിൽ നിന്ന് തിന്മയോ ഉപദ്രവങ്ങളോ പ്രയാസങ്ങളോ ഏൽക്കേണ്ടി വരികയില്ല. തുടർന്ന് റസൂലുള്ള പറഞ്ഞു, വശർറുക്കും, നിങ്ങളിൽ ഏറ്റവും മോശക്കാർ, ചീത്ത മനുഷ്യർ, മല്ലാ യുർജാ ഖൈറുഹു, അവരിൽ നിന്ന് ഒരു ഗുണമൊന്നും മറ്റുള്ളവർക്ക് ലഭിക്കുകയില്ല, അവരിൽ നിന്ന് നേട്ടമോ ഉപകാരപ്രദമായ കാര്യങ്ങളോ പ്രതീക്ഷിക്കാനില്ല. വലാ യുഅ്മനു ശർറുഹു, എന്നാൽ അവൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ഒരിക്കലും നിർഭയനാകാൻ കഴിയുകയുമില്ല. അവനെ കൊണ്ട് ദോഷവും ഉപദ്രവവും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നേക്കാം എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നാം ഖൈറുള്ളവരാകണം. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരങ്ങൾ കിട്ടണം, ഉപദ്രവങ്ങൾ തടയാൻ നമ്മളെ കൊണ്ട് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ന മിനന്നാസി നാസ, ഇന്ന മിനന്നാസി നാസ, മനുഷ്യരുടെ കൂട്ടത്തിൽ ചില മനുഷ്യരുണ്ട്, മഫാത്തിഹുൽ ഖൈർ, അവർ നന്മയുടെ താക്കോലുകളാണ്. എവിടെ നന്മ കണ്ടാലും അത് തുറന്ന് അതിൽ പ്രവേശിച്ച് ആ നന്മകൾ വാരിപ്പുണർന്ന് നന്മയുടെ പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. മഗാലീകുലി ശർറ്, തിന്മയുടെ പൂട്ടുകളാണവർ, തിന്മകൾക്ക് താഴിട്ട് പൂട്ടുന്നവരാണവർ. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഇന്ന മിനന്നാസി നാസ, എന്ന മനുഷ്യരിൽ വേറെയും ചില ആളുകളുണ്ട്, മഫാത്തിഹുൽ ശർറ്, അവർ തിന്മയുടെ താക്കോലുകളാണ്, തിന്മയുടെ പിന്നാലെയാണ് അവർ പോകുന്നത്. വൃത്തികേടുകളാണ് അവർക്ക് ഇമ്പമുള്ളത്, ഹറാമുകളാണ് അവർക്ക് സ്നേഹമുള്ളത്, അതിൻ്റെ പിന്നാലെ അവർ പോകും. മഗാലീകുലിൽ ഖൈർ, നന്മകൾ അടച്ചിടുന്നവരാണവർ, നന്മകൾ പൂട്ടിവെക്കുന്നവർ, നന്മകൾക്ക് താഴിട്ട് പൂട്ടുന്നവർ. അങ്ങനെ ചില ആളുകളുണ്ട്. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫതൂബാ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹുൽ ഖൈരി അലാ യദൈഹി, ആരുടെ കൈകളിലാണോ അള്ളാഹു നന്മയുടെ താക്കോലുകൾ തന്നത് അവർക്ക് ആശംസകൾ, അവർക്ക് ആശീർവാദങ്ങൾ, അവർക്ക് സ്വർഗത്തിൽ സ്ഥാനമുണ്ട്. ആർക്ക്? സഹോദരങ്ങളെ, നന്മയുടെ താക്കോലുകൾ കയ്യിൽ പിടിക്കുന്നവർക്ക്, നന്മകൾ തുറന്ന് നന്മകളുടെ പിന്നാലെ പോകുന്നവർക്ക്, അവർക്കാണ് പ്രവാചകന്റെ ആശംസയുള്ളത്. റസൂലുള്ള പറഞ്ഞു, വവൈലുൻ ലിമൻ ജഅലല്ലാഹു മഫാത്തിഹുൽ ശർരി അലാ യദൈഹി, ആരുടെ കൈകളിലാണോ തിന്മയുടെ താക്കോലുകൾ ഉള്ളത്, ആരുടെ കൈകളിലാണോ അള്ളാഹു വൃത്തികേടുകളുടെ താക്കോലുകൾ ഏൽപ്പിച്ചത്, അവർക്ക് വൈലുൻ, അവർക്ക് നാശം, അവർക്ക് നഷ്ടം, അവർക്ക് നരകത്തിൽ സ്ഥാനം എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ, നാം നന്മയുടെ താക്കോലുകളാകണം. നന്മകൾ തുറന്ന് അതിലൂടെ പ്രവേശിക്കാൻ നമുക്ക് സാധിക്കണം. പൊതുവെ തിന്മകൾ വ്യാപിക്കുന്ന, നന്മകൾ ചെയ്യാൻ ആളുകളില്ലാത്ത ഈ കാലഘട്ടത്തിലും നന്മയ്ക്കു വേണ്ടി ദാഹിക്കുന്ന ചില ആളുകളുണ്ട്. നന്മയെക്കുറിച്ച് അന്വേഷിക്കുന്ന മനുഷ്യരുണ്ട്. നന്മകളുണ്ടെന്നറിഞ്ഞാൽ വാരിപ്പുണരുന്ന മനുഷ്യരുണ്ട്. അവരിൽ നമ്മൾ ഉൾപ്പെടേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഇസ്ലാമ ബദഗ ഗരീബൻ, ഇസ്ലാം തുടക്കം കുറിച്ചിട്ടുള്ളത് അപരിചിതമായ നിലക്കാണ്. ചെയ്യാൻ ആളുകൾ കുറഞ്ഞ, നന്മകൾക്ക് ആളുകളില്ലാത്ത ഒരവസ്ഥയിലാണ് ഇസ്ലാമിന് തുടക്കം കുറിച്ചത്. വസയഊദു ഗരീബൻ കമാ ബദഅ, തുടങ്ങിയതുപോലെ അത് അവസാനിക്കുന്നൊരവസ്ഥയുണ്ടാകും. നന്മക്ക് ആളില്ലാത്ത, നന്മകൾ ചെയ്യുന്നവർ എണ്ണം കുറഞ്ഞു പോകുന്ന ഒരു കാലം വരും. ഫതൂബാ ലിൽ ഖുറബാ, ആ എണ്ണം കുറഞ്ഞ ആളുകൾ, ആ അപരിചിതരായ ആളുകൾ, അവർക്ക് എൻ്റെ മംഗളം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ചോദിക്കപ്പെട്ടു, മൻഹും യാ റസൂലല്ലാഹ്, അതാരാണ് പ്രവാചകരെ? പ്രവാചകൻ പറഞ്ഞു, അല്ലദീന യുസ്ലിഹൂന ഇദാ ഫസദന്നാസ്, ജനങ്ങളൊക്കെ ചീത്തയാകുമ്പോഴും ജനങ്ങളൊക്കെ മലിനമാകുമ്പോഴും അവരെ നന്നാക്കാൻ ശ്രമിക്കുന്നവർ, നന്മയുടെ ആളുകളാകുന്നവർ എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, മനില്ലദീന യുഹ്യൂന സുന്നതി വയുഅല്ലിമൂനഹന്നാസ്. വിശ്വാസികളെ, അത് നമ്മുടെ മനസ്സിലുണ്ടാകണം. റസൂലുള്ള പറഞ്ഞ ഈ വാചകം, മനില്ലദീൻ, അവർ ഒരു വിഭാഗം ആളുകളാണ്, യുഹ്യൂന സുന്നതി, എൻ്റെ ചര്യകളെ അവർ ജീവിപ്പിക്കും, ഇസ്ലാമിൻ്റെ നന്മകളെ അവർ ജീവിതത്തിൽ കൊണ്ടു നടക്കും. മാത്രമല്ല വയുഅല്ലിമൂനഹന്നാസ്, ജനങ്ങളെ അവരത് പഠിപ്പിക്കും.
ആ നന്മ സ്വജീവിതത്തിൽ കൊണ്ടു നടക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യുന്നവർ അവരാണ് ഏറ്റവും നല്ലവർ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നന്മകൾക്ക് മാതൃകയാകാൻ, നന്മക്ക് മുന്നിൽ നിൽക്കാൻ നമുക്ക് സാധിക്കണം. ഒരു അധ്യാപകനാണെങ്കിൽ ആ സ്ഥാപനത്തിലെ ഏറ്റവും മാതൃകായോഗ്യനായ, നന്മക്ക് മുന്നിൽ നിൽക്കുന്ന, മാതൃക കാണിക്കുന്ന, നന്മകൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു അധ്യാപകനാകാൻ. ഒരു ഓഫീസിലാണെങ്കിൽ ആ ഓഫീസിലെ നന്മകൾക്ക് മാതൃക കാണിക്കുന്ന, നന്മകൾക്ക് തുടക്കം കുറിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാകാൻ. ഒരു ഓട്ടോ സ്റ്റാൻഡിലെ മാതൃക കാണിക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവറാകാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. എവിടെയും തൻ്റെ ജീവിതം എവിടെയാണോ ചെലവഴിക്കുന്നത് അവിടെ നന്മയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ. ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിൽ ഒരു നല്ല കാര്യത്തിന് മാതൃക കാണിച്ചു കൊടുത്താൽ ഫലഹു അജ്റുഹാ, അവർക്ക് അതിന് പ്രതിഫലമുണ്ട്. വ അജ്റു മൻ അമില ബിഹാ ബഅദഹു, അതിനുശേഷം ആരൊക്കെ ആ നന്മകൾ ചെയ്യുന്നുണ്ടോ അതിൻ്റെയൊക്കെ പ്രതിഫലം അവന് ലഭിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, മിൻ ഗൈരി അയൻഖുസ മിൻ ഉജൂരിഹിം ഷൈഉൻ, പക്ഷേ ആരൊക്കെ ചെയ്യുന്നുണ്ടോ അവരുടെ പ്രതിഫലത്തിൽ നിന്ന് ഒട്ടും കുറയുകയുമില്ല. അവർക്കൊന്നും കുറയാതെ ഇവന് മാതൃക കാണിച്ചവന്, തുടക്കം കുറിച്ചവന്, ആ നന്മയിലേക്ക് ക്ഷണിച്ചവന്, ആ നന്മകൾ ചെയ്തവരുടെയൊക്കെ പ്രതിഫലം അവർക്ക് കുറയാതെ ലഭിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, നമ്മൾ മറ്റുള്ളവർക്ക് നന്മയിൽ ഒരു പ്രേരണയാകാൻ സാധിക്കണം. നമുക്ക് മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകാൻ സാധിക്കണം. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വതക്ക ആവശ്യമായ ഒരു സന്ദർഭത്തിൽ, പലരും പ്രയാസപ്പെടുന്ന ഒരു വേളയിൽ സ്വഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുകയുണ്ടായി, ആരാണ് ഈ സമയത്ത് ധാരാളം സ്വതക്ക തരാൻ മനസ്സ് കാണിക്കുന്നവർ എന്ന് ചോദിച്ചപ്പോൾ ഒരാൾ വരികയാണ്. അദ്ദേഹത്തിൻ്റെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചിട്ടുണ്ട്, ഇരു കൈകളും ചേർത്ത് കയ്യിൽ കൊള്ളുന്നത്ര സമ്പത്തുമായി, അതെ, അദ്ദേഹം ആ ഒരു സമ്പത്തുമായി, ദീനാറും ദിർഹവുമായി ഭാരം കൊണ്ട് കൈ ഇങ്ങനെ താഴ്ന്നു പോകുന്ന രൂപത്തിലാണ് അദ്ദേഹം വരുന്നത് എന്ന് ഹദീസിൽ കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇടുകയാണ്. ആ നാണയം പ്രവാചകന്റെ മുന്നിലിട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഇതാ സ്വതക്ക കൊടുക്കാൻ തുടക്കം കുറിച്ച, ആദ്യം മാതൃക കാണിച്ച ഈ വ്യക്തിക്ക് നിങ്ങൾ ഇനി ചെയ്യുന്ന ദാനത്തിൻ്റെ ഒക്കെ പ്രതിഫലം നിങ്ങൾക്ക് കുറയാതെ തന്നെ ലഭിക്കുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നന്മകൾ ചെയ്യാൻ ആളുകളില്ലാതെ പോകുന്ന, പ്രത്യേകിച്ച് ചില നന്മകൾ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ നന്മയുടെ വക്താക്കളാകണം, നന്മയുടെ താക്കോലുകളാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻ വറായിക്കും അയ്യാമുസ് സബ്ർ, നിങ്ങൾക്ക് ഒരു കാലം വരും, അന്ന് ക്ഷമയുടെ കാലഘട്ടമായിരിക്കും. നന്മകൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനൊന്നും ആളുകളില്ലാത്ത, അങ്ങനെ ഒന്ന് ക്ഷമിച്ചൊരു നന്മയുടെ പിന്നാലെ പോകാൻ മനസ്സ് കാണിക്കാത്ത ഒരു കാലമായിരിക്കും. അസ്സബ്റു ഫീഹി മിസ്ലു ഖബ്ലി അലൽ ജംർ, അന്ന് ക്ഷമിച്ചു നിൽക്കുക എന്നത്, ഒരു നന്മക്ക് പിന്നാലെ പോവുക എന്നത് തീക്കനൽ കയ്യിൽ പിടിക്കുന്നത് പോലെ ഉപദ്രവമായി തോന്നുന്ന, പ്രയാസമായി തോന്നുന്ന ഒരു കാലമായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാണ്, ലിൽ ആമിൽ ഫീഹിം, ആ കാലഘട്ടത്തിൽ നന്മ ചെയ്യുന്നവർക്കുണ്ട് മിസ്ലു അജ്രി 50 റജുല, 50 പേർ ചെയ്തതിൻ്റെ പ്രതിഫലം, 50 പേർ ചെയ്ത പ്രതിഫലം ഒരാൾക്കന്ന് ലഭിക്കുന്നതാണ്. സ്വഹാബത്ത് ചോദിച്ചു, അവരിലെ 50 പേർ ചെയ്ത പ്രതിഫലമോ? റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, അജ്റു 50 മിൻകും, സ്വഹാബത്തെ നിങ്ങളിലെ 50 പേർ ചെയ്ത പ്രതിഫലം, സ്വഹാബത്തിൻ്റെ 50 പേർ ചെയ്ത പ്രതിഫലം അന്ന് നന്മ ചെയ്യുന്ന ആളുകൾ നേടുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, പല ആളുകളും ബോധപൂർവമോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ എന്തിനാ ഞാൻ ചെയ്യുന്നത് എന്ന നിസ്സാരവൽക്കരണം കൊണ്ടോ ഒക്കെ നഷ്ടപ്പെടുത്തുന്ന ധാരാളം നന്മകളുണ്ട്. അതിൽ ചിലത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നന്മയും നിസ്സാരമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ഷൈആ, നന്മയിൽ യാതൊന്നിനെയും നീ നിസ്സാരമായി കാണരുത്. എത്രത്തോളം വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തുൽഖ്, പുഞ്ചിരിക്കുന്ന മുഖവുമായി നിന്റെ സുഹൃത്തിനെ സമീപിക്കുന്നത് പോലും ദാനമാണ്, പുണ്യമാണ്, സൽക്കർമ്മമാണ്, നീ നിസ്സാരമാക്കാൻ പാടില്ലാത്ത കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഒരിക്കൽ സ്വഹാബി വനിതകളിൽ ചിലർ
അവർക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ അയൽവാസികളെ സൽക്കരിക്കുക എന്ന സൽസ്വഭാവം നിലനിന്നിരുന്ന അവർക്ക് ചിലത് കൊടുക്കാൻ ഒരു മടി, ഇത് കൊടുക്കാൻ മാത്രം ഇല്ലല്ലോ എന്ന ഒരു തോന്നൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അവരോട് പറഞ്ഞു, യാ നിസാ അൽ മുസ്ലിമാത്ത്, ഓ മുസ്ലിം സ്ത്രീകളെ, ലാ തഹ്കിറന്ന ജാറത്തുൻ ലിജാറത്തിഹാ, നിങ്ങളിൽ ഒരു പെണ്ണും അയൽവാസി പെണ്ണിനെ നിസ്സാരമാക്കണ്ട. വലോ ഫിർസിന ഷാത്ത്, ഒരു ആടിൻ്റെ ആർക്കും വേണ്ടാത്തൊരു കുളമ്പിൻ്റെ ഭാഗം നിങ്ങൾ കറി വെച്ചപ്പോൾ ആളുകൾ പൊതുവെ മാറ്റി നിർത്തുന്ന ഒരു എല്ലിൻ കഷ്ണം, അതാണോ നിങ്ങൾക്ക് അയൽവാസിക്ക് കൊടുക്കാൻ സാധിച്ചത്? കൊടുത്തോളൂ, നിങ്ങൾ നിസ്സാരമാക്കണ്ട, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്തോളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ അതിൽ ഒന്നാമത്തേത് ദന്തശുദ്ധീകരണമാണ്, പല്ലു തേക്കുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിവാകു മത്ഹറത്തുൽ ലിൽ ഫമി വമർലാത്തുൽ ലിറബ്ബി, പല്ലു തേക്കുക എന്നത് വായക്ക് വൃത്തിയും റബ്ബിന് തൃപ്തിയുമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തിയും കിട്ടും, നമ്മുടെ വായ വൃത്തിയാവുകയും ചെയ്യും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അസ്സിവാക്കു, പല്ലുതേക്കൽ, മുസ്തഹബ്ബുൻ, പുണ്യകർമ്മമാണ്, ഫി കുല്ലി ജമീഇൽ ഔഖാത്ത് മിൻ ലൈലിൻ ഔ നഹാരിൻ, രാത്രിയാകട്ടെ പകലാകട്ടെ എപ്പോഴും പല്ലു തേക്കാൻ പറ്റുമ്പോഴൊക്കെ പല്ലുതേക്കൽ പുണ്യകർമ്മമാണ്. ലി ഉമൂമി ഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എപ്പോൾ പല്ല് തേക്കുന്നതും വായ വൃത്തിയാക്കുന്നതൊക്കെ വലിയ പുണ്യകർമ്മമാണ് എന്ന് ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ കൂട്ടത്തിൽ ഒന്ന് ഉറക്കിൽ നിന്ന് ഉണർന്നാലാണ്. പൊതുവെ ആളുകൾ ഒഴിവാക്കാത്ത ഒരു സമയമാണ് ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ പല്ല് തേക്കുന്നു എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ നമുക്ക് കാണാം, കാനൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖാമ മിനൽ ലൈൽ, രാത്രിയിൽ പ്രവാചകൻ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ യശൂസു ഫാഹു ബിസ്സിവാക്ക്, തൻ്റെ സിവാക്ക് കൊണ്ട് വായ വൃത്തിയാക്കുമായിരുന്നു. ബ്രഷ് കൊണ്ട്, മിസ്വാക്ക് കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പല്ല് തേക്കാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ഖുർആൻ ഓതാനിരുന്നാൽ ഒന്ന് പ്രത്യേകം പല്ല് തേക്കൽ വലിയ പുണ്യകർമ്മമാണ്. നമ്മളൊന്ന് ഖുർആൻ മുസഫ് എടുത്ത് ഖുർആൻ ഓതാനിരിക്കുമ്പോൾ ഒന്നുകൂടി, നമ്മൾ നേരത്തെ പല്ല് തേച്ചിട്ടുണ്ടെങ്കിലും ആ ഖുർആൻ പാരായണത്തിനു വേണ്ടി ഒന്നുകൂടി വായ കൊപ്പിളിച്ച് വിരലുകൊണ്ടെങ്കിലും ഒന്ന് പല്ല് തേച്ച് വൃത്തിയാകുന്നത് പുണ്യകർമ്മമാണ്. റസൂലുള്ളാഹി പറയുകയാണ്, ഫതുഹിറു അഫ്വാഹക്കും ലിൽ ഖുർആൻ, ജനങ്ങളെ ഖുർആനിനു വേണ്ടി നിങ്ങളൊന്ന് പല്ല് തേക്കണേ, വായ വൃത്തിയാക്കണേ. ഖുർആൻ പാരായണം ചെയ്യാനിരിക്കുമ്പോൾ വായ ഒന്ന് ശുദ്ധിയാക്കണേ. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, വീട്ടിൽ പ്രവേശിച്ചാൽ ആദ്യം ചെയ്യേണ്ടത് പല്ലു തേക്കലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖല ബൈതഹു യബ്ദഉ ബിസ്സിവാക്ക്, പ്രവാചകൻ തൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം ചെയ്തിരുന്നത് പല്ലു തേക്കലാണ്. വീട്ടിലേക്ക് കയറി ചെന്നാൽ ആദ്യം ചെയ്യുന്ന പുണ്യം ദന്തശുദ്ധീകരണമാണ്, വായ വൃത്തിയാക്കലാണ്. കണ്ടോ, ഇത്തരം കാര്യങ്ങളൊക്കെ നാം നിസ്സാരമായി കാണുന്ന എന്നാൽ വലിയ പുണ്യം കിട്ടുന്ന ഇത്തരം ചര്യകൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കണം. ഓരോ വുളൂവിൻ്റെയും കൂടെ പല്ലു തേക്കുക എന്നത് വലിയ പുണ്യകർമ്മമാണ്. നാം ഇന്ന് ഈ ജുമുഅക്ക് വേണ്ടി പള്ളിയിൽ കയറുമ്പോൾ വുളൂവെടുത്തപ്പോൾ നാം പല്ലു തേച്ചോ? നാം ചോദിക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം പോലും എങ്ങനെയാണ്? ലൗലാ അൻ അശുക്ക അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് ഒരു ബുദ്ധിമുട്ട് ആകുമെന്ന് ഞാൻ പേടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്, പല്ല് തേക്കൽ വാജിബാക്കുമായിരുന്നു. മഅ കുല്ലി വുളൂ, ഓരോ വുളൂവിൻ്റെയും കൂടെ പല്ല് തേക്കൽ വാജിബാണ്, വുളൂവിൻ്റെ നിർബന്ധ ഘടകമാണ് എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ അതൊരു പ്രയാസപ്പെടുത്തലാകുമോ എന്ന് ഭയന്നാണ് വാജിബാക്കാത്തത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, പല്ലു തേക്കുക എന്ന ചെറിയ നിസാരമായ ആ ഒരു പുണ്യകർമ്മം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. നോക്കൂ നിങ്ങൾ, പല ആളുകളും വിസ്മരിക്കുന്ന മഹാന്മാരായ പണ്ഡിതന്മാർ അസ്സുനനുൽ മഹ്ജൂറ, ആളുകൾ അവഗണിക്കുന്ന നന്മകൾ എന്ന പേരിൽ എടുത്തു കൊടുക്കുന്ന കാര്യങ്ങളിലെ മറ്റൊന്നാണ് യാത്ര കഴിഞ്ഞു വന്നാൽ നേരെ പള്ളിയിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക എന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന ഇദാ ഖദിമ മിൻ സഫരിൽ ളുഹാ, പ്രവാചകൻ പകൽ സമയത്ത് യാത്ര കഴിഞ്ഞു വന്നാൽ ദഖലൽ മസ്ജിദ്,
പള്ളിയിൽ പ്രവേശിക്കും. ഫസ്വല്ലാ റകഅതൈനി, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കും. ഖബ്ല അൻ യജ്ലിസ, ഇരിക്കുന്നതിന് മുമ്പ്. അഥവാ 2 റക്അത്ത് പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് പ്രവാചകൻ അവിടുന്ന് പോന്നത്. നോക്കൂ നിങ്ങൾ, ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുത്ത് നിന്ന് ഒരു ഒട്ടകത്തെ വാങ്ങി. എന്നിട്ട് പ്രവാചകൻ അതിൻ്റെ പുറത്ത് കയറി യാത്ര ചെയ്തു. പ്രവാചകൻ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ ആത്തിയൽ മസ്ജിദ്, പ്രവാചകൻ നേരെ പള്ളിയിലേക്കാണ് ചെന്നത്. എന്നിട്ട് 2 റക്അത്ത് നമസ്കരിച്ചു. പിന്നീടാണ് പ്രവാചകൻ വീട്ടിലേക്ക് വന്നത്. ഹദീസിൽ നമുക്ക് കാണാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ ശർഹു റിയാദിസ് സ്വാലിഹീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുകയാണ്, പല ആളുകളും വിസ്മരിക്കുന്നതും യാത്ര കഴിഞ്ഞ് വരുന്ന ആവേശത്തിൽ വേഗത്തിൽ വീടണയാനുള്ള ആഗ്രഹം കൊണ്ട് നഷ്ടപ്പെടുത്തുന്നതുമായ ഒരു സുന്നത്താണ് നാട്ടിലെത്തിയാൽ 2 റക്അത്ത് പള്ളിയിൽ കയറി സുന്നത്ത് നമസ്കരിക്കൽ. അത് ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുന്നത്തിനെ ജീവിപ്പിച്ച പ്രതിഫലം കൊടുക്കും എന്ന് മഹാനായ ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് നമസ്കരിക്കുന്നവൻ സുത്തറ സ്വീകരിക്കുകയും മറ സ്വീകരിക്കുകയും മറയോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുക എന്നത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ സ്വല്ലാ അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും നമസ്കരിക്കുകയാണെങ്കിൽ ഇലാ സുത്തറ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ നിർവഹിക്കുക. ഫൽയദ്നു മിൻഹാ, അതിനോട് ചേർന്ന് നിൽക്കുക. എത്രത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്യുന്ന സ്ഥലവും പ്രവാചകൻ സ്വീകരിച്ച മറയും അതിനിടയിൽ ഒരു ആട്ടിൻകുട്ടിക്ക് ഇങ്ങനെ നടന്നു പോകാവുന്ന അത്ര വിടവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഹദീസിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ലാ യഖ്തൗ ശൈത്താനുൻ അലൈഹി സ്വലാത്തു, അവൻ്റെ നമസ്കാരം ഒരു പിശാചും മുറിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവൻ്റെ നിസ്കാരത്തെ ബാധിക്കാതിരിക്കാനുള്ള നല്ലൊരു പ്രൊട്ടക്ഷനാണ് അവൻ ഒരു മറ സ്വീകരിക്കുന്നത് എന്നാണ്. നോക്കൂ നിങ്ങൾ, മഹാനായ ബുറൈദ റഹിമഹുല്ല പറയുകയാണ്, കുൻതു ആതി മഅ സലമത്ത് ബിൻ അക്വഅ, ഞാൻ സലമത്ത് ബിൻ അക്വഅ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒപ്പം ചെന്നു. ഫയുസല്ലി ഇൻദൽ ഉസ്തുവാന അല്ലത്തി ഇൻദൽ മുസ്ഹഫുകളൊക്കെ വെച്ച ഒരു തൂണിനടുത്തേക്ക് ചേർന്ന് നിന്ന് അദ്ദേഹം നിസ്കരിക്കുന്നത് ഞാൻ കണ്ടു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, അല്ലയോ അബാ മുസ്ലിം, അദ്ദേഹത്തിന് കുനിയത്ത് വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എപ്പോൾ നിസ്കരിക്കുമ്പോഴും ഒരു തൂണോ ഒരു മറയോ ഒരു ചുമരോ എന്തെങ്കിലും ഒരു മറയില്ലാതെ നിങ്ങൾ നിസ്കരിക്കാറില്ലല്ലോ? അദ്ദേഹം പറഞ്ഞു, ഫഇന്നീ റഅയ്തു നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനെ ഞാൻ കണ്ടിട്ടുണ്ട്, യതഹറസ്വലാത ഇൻദഹാ, നമസ്കരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തൂണിലേക്ക് ഒരു മറവിലേക്ക് ചേർന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ആളുകൾ ശ്രദ്ധിക്കാത്ത, ഒരു പക്ഷേ ശ്രദ്ധിക്കുന്നവരോട് പോലും ആളുകൾക്ക് ഒരു അകൽച്ച തോന്നുന്നൊരു വിഷയമാണ് സൊഫ് ശരിയാക്കി നിൽക്കുക എന്നത്. നമ്മളൊന്ന് കാലങ്ങോട്ട് ചേർത്ത് വെച്ചാൽ അവർ കാല് വലിച്ചു പോകുന്നൊരവസ്ഥ, പ്രയാസമുണ്ടാക്കുന്നൊരവസ്ഥ, നമ്മൾ ചെയ്യുന്നത് എന്തോ ഒരു കുറ്റമാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ ചില ആളുകളൊക്കെ കാൽ വലിക്കും. സഫിൻ്റെ ക്രമീകരണം മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതെന്താണ്? സവ്വൂ സുഫൂഫക്കും, ജനങ്ങളെ നിങ്ങൾ സഫുകൾ ശരിയാക്കി നിൽക്കണം. ഫഇന്ന തസ്ഫിയത സഫ്, സഫിൻ്റെ ക്രമീകരണം മിൻ തമാമിസ് സ്വലാഹ്, നിസ്കാരത്തിൻ്റെ പൂർണ്ണതയാണ്. നിസ്കാരം ശരിയാകണോ, ജമാഅത്ത് നമസ്കാരമാണോ എങ്കിൽ സഫുകൾ വിടവില്ലാതെ ചേർന്ന് മടം പൊപ്പിച്ച് വളവില്ലാതെ നിൽക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല പ്രവാചകൻ പറഞ്ഞു, നിസ്കരിക്കാൻ നിന്നാൽ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ പറയുമായിരുന്നു, അഖീമൂ സുഫൂഫക്കും, അഖീമൂ സുഫൂഫക്കും, നിങ്ങൾ സഫുകൾ നേരെയാക്കുക. ഫഇന്നി അറാക്കും മിൻ വറാഇ ളഹിരി, നിങ്ങൾ വിടവോടുകൂടി നിൽക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ടായിരുന്നു എന്നും വക്കാന അഹദുന യൽസികു മൻകിബഹു ബിമൻകിബി, അങ്ങനെ ഞങ്ങൾ തോളോട് തോള് ചേർന്ന് കാലോട് കാല് ചേർത്ത് നിൽക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ഒരാൾ ഭാര്യാഭർത്തൃ ബന്ധം കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പ് ആ സമയത്ത് കുളിക്കുന്നില്ലെങ്കിൽ ഒന്ന് വുളുവെടുത്ത് കിടക്കുക എന്നത് വലിയ പുണ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാലും പ്രവൃത്തിയാലും സ്ഥിരപ്പെട്ടതുകൊണ്ട് ഓരോ മുസ്ലിമും പാലിച്ചു പോരേണ്ട നന്മയാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയൊരു നന്മയാണ് രാത്രി ഭാര്യാഭർത്തൃ ബന്ധം കഴിഞ്ഞ് ജനാപത്തുകാരനായി ഉറങ്ങുമ്പോൾ വുളുവോടുകൂടി കിടക്കുക എന്നത്. എപ്പോഴും രാത്രി വുളുവോടുകൂടി കിടക്കുന്നത് വലിയ പുണ്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ബാത ത്വാഹിറ, ആരെങ്കിലും രാത്രി ശുദ്ധിയോടുകൂടി വുളുവോടുകൂടിയാണ് കിടക്കുന്നതെങ്കിൽ ബാത മഅഹു മലക്കുൻ,
അവൻ്റെ കൂടെ ഒരു മലക്കുമുണ്ടാകും. ആ മലക്ക് അവന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലാഹുമ്മഗ്ഫിർ ലിഅബ്ദിക് ഫഇന്നഹു ബാത ത്വാഹിറ. അല്ലാഹുവേ, ഇയാൾക്ക് പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കണേ, ഇയാൾ വുളു എടുത്ത് കിടന്ന ആളാണ് എന്ന് പ്രാർത്ഥിക്കും എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി അവന് വലിയ അശുദ്ധിയുള്ളവനാണെങ്കിൽ പോലും അവൻ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയായി വുളുവെടുത്ത് ആ സമയത്ത് കിടക്കണം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, അയർഖുദു അഹദുനാ വഹുവ ജുനുബ്, ഞങ്ങൾ ജനാബത്തുകാരനായി ഉറങ്ങാൻ പറ്റുമോ പ്രവാചകരെ? റസൂലുള്ളാഹി പറഞ്ഞു, നഅം, പറ്റും, പക്ഷേ ഇദാ തവല്ലാ അഹദുക്കും ഫൽയർഖുദ്, നിങ്ങളൊരാൾ വുളു എടുത്തിട്ടുണ്ടെങ്കിൽ കിടന്നോളൂ, നിങ്ങൾ കുളിച്ചിട്ടില്ലെങ്കിലും വുളുവെങ്കിലും എടുക്കൂ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എപ്പോഴും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകാൻ വേണ്ടി കുളിക്കുമ്പോൾ വുളുവോടുകൂടി തുടങ്ങുക എന്നത് പുണ്യകർമ്മമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന് നഷ്ടപ്പെട്ടു പോകുന്നൊരു സുന്നത്താണ് വിരലുകൾ നക്കിത്തുടച്ച് പാത്രത്തിൽ നിന്ന് കഴിയുന്നത്ര വസ്തുക്കൾ തക്കിത്തുടച്ച് എടുക്കുക എന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഹദീസിൽ നമുക്ക് കാണാം, ഇദാ അകല അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ഭക്ഷിച്ചാൽ ഫലാ യംസഹ് യദഹു ഹത്താ യൽഅഖഹാ അയുൽഇഖഹാ, അത് നക്കിത്തുടച്ചെടുക്കുന്നത് വരെ വിരലുകളിൽ നിന്ന് ആ വറ്റിൻ്റെ അംശം, ആ ഭക്ഷണത്തിൻ്റെ പദാർത്ഥം നിങ്ങൾ തുടച്ചെടുക്കുന്നത് വരെ കൈ തുടച്ച് കളയല്ലേ, കഴുകി കളയല്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി ഒരു കാരണം കൂടി പറഞ്ഞു, ഇന്നക്കും ലാ തദ്റൂന ഫി അയ്യത്തിൽ ബറക, അതിലേതിലാണ് അള്ളാഹു ബറക്കത്ത് വെച്ചത് എന്ന് നിങ്ങൾക്കറിയുകയില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളാ കഴുകിക്കളയുന്ന അല്പം ചിലതിലായിരിക്കാം അള്ളാഹു നിങ്ങൾക്ക് ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ടാവുക, കളയരുതേ നിങ്ങൾ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, സുന്നത്ത് നമസ്കാരങ്ങൾ കഴിയുന്നതും വീട്ടിൽ വെച്ച് നിർവഹിക്കുക എന്നത് വലിയ പുണ്യമാണ്. എത്രത്തോളം നമുക്ക് ഫർള് കഴിഞ്ഞ് റവാത്തിബ് സുന്നത്ത് പള്ളിയിൽ നിന്ന് തന്നെ നിർവഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് നഷ്ടപ്പെടും എന്നൊരവസ്ഥയുണ്ടെങ്കിൽ പള്ളിയിൽ വെച്ച് തന്നെ നമസ്കരിക്കുക. അതല്ല നമ്മൾ വീട്ടിലേക്കാണോ പോകുന്നത്, അല്ലെങ്കിൽ ഫർള് നമസ്കാരത്തിന് മുമ്പുള്ളത് വീട്ടിൽ നിന്ന് നിർവഹിച്ചു പോരാൻ പറ്റുന്ന സാഹചര്യമുണ്ടോ, എങ്കിൽ വീട്ടിൽ വെച്ചാണ് അത്തരം സുന്നത്തുകൾ നിർവഹിക്കേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞു, ഫസല്ലു അയ്യുഹന്നാസ് ഫീ ബുയൂത്തിക്കും, ജനങ്ങളെ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിങ്ങൾ നിസ്കരിക്കണം. ഫഇന്ന അഫ്ളലസ് സ്വലാത്തി സ്വലാത്തുൽ മർഇ ഫീ ബൈതിഹി ഇല്ലൽ മക്തൂബ, ഫർള് ഒഴികെ മറ്റു നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ച് നിർവഹിക്കൽ വലിയ ഫളലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മാത്രവുമല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ഇദാ ഖളാ അഹദുകുമുസ് സ്വലാത ഫീ മസ്ജിദിഹി ഫൽയജ്അൽ ലിബൈതിഹി നസീബൻ മിൻ സ്വലാത്തിഹി, പള്ളിയിൽ വെച്ച് നിങ്ങൾ ഫർള് നമസ്കരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വെച്ച് നിസ്കരിക്കാൻ ഒരു ഓഹരി നിങ്ങൾ മാറ്റിവെക്കണം, നിങ്ങളെ സുന്നത്ത് വീട്ടിൽ വെച്ച് നിർവഹിക്കാൻ നിങ്ങൾ മാറ്റിവെക്കണം എന്ന് പോലും മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ഫർള് നമസ്കാരം നിർവഹിച്ച സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്തുകൊണ്ടായിരിക്കണം പിന്നീട് സുന്നത്ത് നിർവഹിക്കേണ്ടത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അമറനാ ബിദാലിക് അല്ലാ തൂസല സ്വലാത്തുൻ ഹത്താ നതകല്ലമ ഔ നഖ്റുജ, പ്രവാചകൻ ഫർള് നമസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നൊന്ന് സ്ഥലം മാറുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംസാരിക്കുകയോ ചെയ്യാതെ വേറെ സുന്നത്ത് അവിടെ വെച്ച് നിർവഹിക്കരുതേ എന്ന് ഞങ്ങളോട് കൽപ്പിച്ചിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിൽ കാഫിറൂനും ഇഖ്ലാസും ഓതുന്നത് പോലെ മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തിൽ കാഫിറൂനും ഇഖ്ലാസും ഓതൽ പ്രത്യേകം സുന്നത്താണ്. ആളുകൾക്കറിയാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അശ്രദ്ധ കൊണ്ടോ ഏതെങ്കിലും സൂറത്ത് ഓതുന്ന അവസ്ഥയുണ്ടാകും, പാടില്ല സഹോദരങ്ങളെ. ആ ഒരു സുന്നത്ത് പോലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. ഹദീസിൽ നമുക്ക് കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാന യഖറഉ ഫി റക്അതൈൻ ബഅദ സ്വലാത്തിൽ മഗ്രിബ്, മഗ്രിബിന് ശേഷമുള്ള 2 റക്അത്തിൽ പ്രവാചകൻ ഓതാറുണ്ടായിരുന്നു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസുമാണ് അവിടെ ഓതിയിരുന്നത് എന്നാണ്. ഇത്തരം സുന്നത്തുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നാം ശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്. വിശ്വാസികൾ എപ്പോഴും നന്മയുടെ താക്കോലുകളാകേണ്ടവരാണെന്നും ഒരു നന്മയും നിസ്സാരമാക്കി മാറ്റി നിർത്തിക്കൂടാ എന്നും നന്മകൾ ചെയ്യുന്നവർക്ക് ധാരാളം പ്രതിഫലമാണ് അള്ളാഹു ഒരുക്കി വച്ചിട്ടുള്ളത് എന്നും നന്മക്ക് മാതൃക കാണിച്ചാൽ ചെയ്ത പ്രതിഫലം മാത്രമല്ല, അക്കാരണം കൊണ്ട് ആരൊക്കെ ചെയ്തുവോ അതിൻ്റെയൊക്കെ പ്രതിഫലം അവന് ലഭിക്കുമെന്നുമൊക്കെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിനെക്കുറിച്ച് പറഞ്ഞ് ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ, ഭൂമി അതിൻ്റെ പ്രകമ്പനം കൊണ്ടു കഴിഞ്ഞാൽ, വ അഖ്റജത്തിൽ അർദു അസ്ഖാലഹാ, ഭൂമി അതിൻ്റെ ഭാരം പുറന്തള്ളിയാൽ, വഖാലൽ ഇൻസാനു മാലഹാ, ഈ ഭൂമിക്ക് എന്തു പറ്റിയെന്ന് മനുഷ്യർ പറഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായാൽ, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ഭൂമി അതിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞു തുടങ്ങിയാൽ, ബിഅന്ന റബ്ബക ഔഹാ ലഹാ, അല്ലാഹു കൊടുത്ത വഹി അനുസരിച്ച് ഭൂമി സംസാരിച്ചാൽ, യൗമഇദിൻ യസ്ദുറുൻ നാസു അഷ്താതൻ ലിയറൗ അഅമാലഹും, മനുഷ്യർ കൂട്ടത്തോടെ സംഘമായി വ്യത്യസ്ത ടീമുകളായി, നന്മ ചെയ്തവർ, തിന്മ ചെയ്തവർ, കുറേ നന്മ ചെയ്തവർ, കുറച്ച് നന്മ ചെയ്തവർ, ഒരു നന്മയും ഒരു തിന്മയും ഇല്ലാത്തവർ, ധാരാളം നന്മകളുടെ പിന്നാലെ പോയവർ, അഷ്താതൻ ലിയറൗ, അവൻ്റെ അഅമാല് കാണാൻ കൂട്ടത്തോടെ വേറെ വേറെ ടീമുകളായി വരുമ്പോൾ, ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അണു അളവ് നന്മ ചെയ്തവന് അതിൻ്റെ കൂലി കിട്ടും, അതിൻ്റെ പ്രതിഫലം അവൻ അനുഭവിക്കും, ആസ്വദിക്കും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, അണു അളവ് തിന്മ ചെയ്തവൻ അതിൻ്റെ ദുരന്തവും അതിൻ്റെ തിക്തഫലവും അനുഭവിക്കേണ്ടി വരും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് നാം നന്മയുടെ ആളുകളാവുക, നാം തിന്മയുടെ പൂട്ടുകളാകാൻ ശ്രമിക്കുക. നന്മകളോടൊപ്പം അള്ളാഹുവിൻ്റെ റഹ്മത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം, ലാ യദ്ഖുലുൽ ജന്നത അഹദും മിൻകും, നിങ്ങളിൽ ഒരാളും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, ബി അമലി, അവൻ്റെ കർമ്മം കൊണ്ട് മാത്രം, അമല് കൊണ്ട് മാത്രം ഒരാളും സ്വർഗത്തിലെത്തുകയില്ല. സ്വഹാബത്ത് ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, തിരുദൂതരെ അങ്ങ് കർമ്മങ്ങളെ കൊണ്ട് സ്വർഗത്തിൽ പോകുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വല അന, ഞാനും പോവുകയില്ല, ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളൽ, അവൻ്റെ റഹ്മത്ത് കൊണ്ട്, അവൻ്റെ ഫളൽ കൊണ്ട് അവൻ നമ്മെ വാരി പുണർന്നാലല്ലാതെ, നമ്മെ മൂടി പുതച്ചാലല്ലാതെ, അള്ളാഹു അവൻ്റെ കാരുണ്യം കൊണ്ട് മൂടി പുതക്കുന്ന സൗഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതല്ലേ സഹോദരങ്ങളെ നമ്മുടെ തേട്ടം. അല്ലാഹുമ്മ റഹ്മതക അർജു, അള്ളാഹുവേ നിൻ്റെ കാരുണ്യമാണ് എൻ്റെ പ്രതീക്ഷ, നിൻ്റെ കാരുണ്യമാണ് റബ്ബേ എൻ്റെ പ്രതീക്ഷ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു, അള്ളാഹുവേ ഹയ്യും കയ്യൂമായവനെ, നിൻ്റെ കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുകയാണ് എന്ന വ്യത്യസ്ത പ്രാർത്ഥനകൾ പഠിച്ചവരാണ് നമ്മൾ. അവ പ്രാവർത്തികമാക്കാൻ, പ്രാർത്ഥിക്കാൻ നാം തയ്യാറാവുക. ധാരാളം അമലുകൾ ചെയ്യുക. റഹ്മത്തിനു വേണ്ടി റബ്ബിന് മുന്നിൽ കൈകൾ നീട്ടി യാചിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. നിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ച ഓരോ സുന്നത്തും വൈമനസ്യം കൂടാതെ പ്രാവർത്തികമാക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണം യാ അല്ലാഹ്. അമലുകൾ ധാരാളമായി ചെയ്യുന്നവരിലും അതോടൊപ്പം നിൻ്റെ കാരുണ്യത്തിന് അർഹത നേടുന്നവരിലും നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.